ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. അറസ്റ്റ് തടയണമെന്നുള്ള രാഹുലിന്റെ ആവശ്യവും തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ ആലോചന. മുൻകൂർ ജാമ്യത്തിന് രാഹുൽ ഉയർത്തിയ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധി. രാഹുലിനെതിരെയുള്ള തെളിവുകൾ നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന സംഭാഷണവും യുവതിയുടെ മെഡിക്കൽ രേഖകളും പ്രധാന തെളിവായി മാറുകയും ചെയ്തു. ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിച്ചിട്ടില്ലെന്ന രാഹുലിന്റെ വാദം കോടതി തള്ളി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനും രാഹുൽ ആലോചിക്കുന്നുണ്ട്. അതിനു മുമ്പ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുലിന് ബംഗളൂരിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയ റിസോർട്ട് ഉടമയെയും ഡ്രൈവറെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താനായില്ല. രാഹുൽ കർണാടകയിൽ തന്നെയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. രാഹുലിനെതിരെ പരാതി നൽകിയ 23 വയസ്സുകാരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചു. മൊഴി നൽകാൻ സൗകര്യപ്രദമായ സമയവും സ്ഥലവും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇമെയിൽ സന്ദേശം അയച്ചു. രാഹുൽ യുവതിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസിന്റെ FIR. വിവാഹ വാഗ്ദാനം നൽകിയാണ് യുവതിയെ രാഹുൽ പീഡിപ്പിച്ചത്. ബംഗളൂരിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് രാഹുലിനെ പെൺകുട്ടി പരിചയപ്പെടുന്നത്. ഭാവി കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞാണ് നാട്ടിലേക്ക് എത്തിയ പെൺകുട്ടിയെ രാഹുൽ കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ഹോം സ്റ്റേയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. രാഹുലിന്റെ സുഹൃത്ത് ഫൈനി നൈനാനാണ് പെൺകുട്ടിയെ രാഹുലിന്റെ അടുത്ത് എത്തിച്ചത്. പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഫൈനിയെ പ്രതിയേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. മീഡിയ 1 തിരുവനന്തപുരം.